സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ അജയ് തറയിൽ, ഇപ്പോൾ കേരളത്തിലെ നിങ്ങളുടെ സാധ്യതകളെ പറ്റിയുള്ള എല്ലാ ചർച്ചകളെയും അടയ്ക്കുന്ന ഒരു എതിർവാദമായി വരുന്നത് BJPയുടെ സാന്നിധ്യമാണ്, ശബരിമല പ്രശ്നമാണ്. ഇത് നിങ്ങൾ എങ്ങനെ മറികടക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? വേണു, ഇവിടെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് CPM വോട്ടുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ആ CPMൻ്റെ പ്രബലമായ അണികളാണ് ആ പാർട്ടി വിട്ട് ഇന്ന് അവരുടെ തെറ്റായ നിലപാടുകൾക്കെതിരെ പോയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ സുവ്യക്തമായ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്, വിശ്വാസികൾ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ പോക്കറ്റുകൾ ഒരിക്കലും കാലിയാകില്ല എന്ന് മാത്രമല്ല, CPMന് വളരെ ദയനീയമായ ഏതാണ്ട് 10-12% വോട്ടിൻ്റെ ഷിഫ്റ്റാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് CPMൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷിഫ്റ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ജാതി, ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ നീചമായ ജാതി പോലും എടുത്തിരിക്കുന്നത്. ആ ജാതി കളിച്ച് കേരളത്തിലെ ജനങ്ങളൊക്കെ വിസ്മരിച്ചു പോയ, മറന്നുപോയ ജാതി പിശാചിനെയാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി രക്തപതാക തണൽ വിലയും വർഗവികാരം സിന്ദാബാദ് എന്ന് വിളിച്ച മാർക്സിസ്റ്റ് പാർട്ടി രക്തപതാക തണൽ വിധിയും വർഗീയ വികാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജാതിയെ കൊണ്ടെത്തിച്ച് നിൽക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് മറുപടി പറയും. ഞാൻ കുറേ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ DYFIക്കാരുടെയും കുറേ മാർക്സിസ്റ്റുകാരുടെയും ഒക്കെ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം തിരുത്തണം, ഞങ്ങളുടെ സാമ്പത്തിക നവലിബറൽ, ഈ നവലിബറൽ എന്ന വാക്ക് എവിടെ നിന്ന് കിട്ടി? ഒന്നുകിൽ നവ ഉദാരവൽക്കരണം എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂ ലിബറൽ എന്ന് പറയാം. നവലിബറൽ എന്ന് പറയാം. എന്താ നവലിബറൽ? ഏത് സാമ്പത്തിക നയമാണ് ഞങ്ങളുടെ പരാജയം? 90,000 കോടി രൂപ കാർഷിക കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ടാണ് UPA സർക്കാർ ഭരണം ആരംഭിക്കുന്നത്. കാർഷിക കടങ്ങൾ 90,000 കോടി രൂപ എഴുതി തള്ളി. 3 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്നു, 3 സംസ്ഥാനങ്ങളിലും കാർഷിക കടം എഴുതി തള്ളി. അതല്ല ആദ്യത്തെ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ച് പറയട്ടെ. ഞാൻ ഏറ്റവും ഒടുവിലത്തെ കാര്യം കൂടെ പറഞ്ഞതാണ്. ഇപ്പോ ഇവിടെ റിയാസിന്റെ പ്രധാന വാദമായിരുന്നു കർഷകർക്ക് നേരിടുന്ന പ്രതിസന്ധിക്ക് ഇവര് നവലിബറൽ കാർഷിക, ഇവര് ഈ കേരളത്തിലെ കർഷക ആത്മഹത്യയെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ കർഷക കടകൾ എഴുതി തള്ളുന്നില്ല? അപ്പൊ ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ തൊഴിൽ അവകാശ നിയമമാണ് കൊണ്ടുവന്നത്. തൊഴിൽ അവകാശ നിയമം. എനിക്ക് തൊഴിൽ തന്നില്ലെങ്കിൽ ഞാൻ തൊഴിൽ ചെയ്യുന്ന കൂലി ഗവൺമെൻറ് തരണമെന്ന നിയമം കൊണ്ടുവന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിനാണ്. ഈ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയം കൊണ്ട് ലോകം മുഴുവൻ വെനസ്വേലയിൽ 1 കിലോ അരിക്ക് 1 ലക്ഷം രൂപ കൊടുക്കണം. അതാണ് ഇവരുടെ പാർട്ടി ഭരിക്കുന്ന രാജ്യം. ചൈന സാമ്പത്തികമായി വികസിച്ചത് കമ്മ്യൂണിസം കൊണ്ടല്ല. അവിടെ മൂലധന ശക്തികളുടെ രാജ്യമാണത്. അവിടെ മൂലധന ശക്തികളുടെ രാജ്യം, കമ്മ്യൂണിസം ഒന്നുമില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നടപ്പാക്കി. എവിടെയാ? കൽക്കട്ടയിൽ ജ്യോതിബാസുവിന് ശേഷം ജ്യോതിബാസു പ്രത്യയശാസ്ത്രം നടപ്പാക്കി. ആ കൽക്കട്ടയിൽ അവസ്ഥ ചെയ്ത ഇപ്പോഴും സൈക്കിൾ റിക്ഷക്കല്ലേ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിലൊരു കക്കൂസില്ല അവിടെ തിരുവനന്തപുരയിലും എന്ത് വികസനമാണ്, എന്ത് പുരോഗതിയാണുള്ളത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല പൊറോട്ട അടിക്കുന്ന ആളുകൾ ബംഗാളികളാണ്. മലയാളികളെ നന്നായി പൊറോട്ട അടിക്കുന്ന ആളുകൾ, അവിടെ പഴയ ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാമ്പത്തിക നയവുമില്ല, ഒരു ബദൽ സമീപനവുമില്ല. എന്താണ് പിന്നെ പറയുന്നത്? അടവ് നയം. എന്താ അടവ് നയം? എനിക്ക് മനസ്സിലാക്കുന്നത് അടവ് നയം എപ്പോഴും പറയുന്നത്. അടവ് നയം എന്ന് പറയുന്നത് ഒരു കാപട്യമാണ്, നയമാണ് സത്യം, നയങ്ങളാണ് സത്യം. അടവ് നയം എന്ന് പറയുന്നത് കാപട്യമാണ്. അപ്പോൾ ഒരു സാമ്പത്തികമായ കണക്കൂട്ടലില്ല, ഒരു സാമ്പത്തികമായ ലോകത്തെ ജനങ്ങളെ മുന്നിലർപ്പിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക നയമില്ല, അവസരവാദമായ നയം. ഈ കേരളത്തിൽ ഇപ്പോൾ എന്താ? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിലെ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളുമല്ലേ എടുത്തു കളഞ്ഞത്? നോക്കുകൂലി എടുത്തു കളഞ്ഞു എന്ന് പറയുകയാണ്. നോക്കുകൂലി എടുത്തു കളഞ്ഞു എന്ന് പറയുന്നത് അടക്കമുള്ള കേരളത്തിലെ എല്ലാ തൊഴിലാളികളെയും തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യാനുള്ള എല്ലാ അവകാശത്തെയും എടുത്തു കളഞ്ഞ്
ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ക്യാപിറ്റലിസ്റ്റിക് മുഖ്യമന്ത്രി ആയിട്ടല്ലേ സി പിണറായി വിജയൻ മാറിയിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തൊഴിൽപരമായ സാധാരണക്കാർക്ക് ഉതകുന്ന എന്തെങ്കിലും വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു? ഇവരെപ്പോഴും ദയവ് ചെയ്ത് നാളെ മുതൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ നവനിവറിൽ ഈ സാമ്പത്തിക നയം, കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു തുടങ്ങി ലെനിൻ ആരംഭിച്ച ദശവത്സര പദ്ധതികളെ പിന്തുടർന്നുകൊണ്ട് നെഹ്റു ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികളിലൂടെ ഈ രാജ്യത്ത് പ്രവർത്തിച്ച് വിജയിച്ച് ലോകത്തിലെ വൻകിട രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയ സാമ്പത്തിക നയമാണ് കോൺഗ്രസിനുള്ളത്. ആ നയം തന്നെയാണ് ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടുപോകുന്നത്. ലോകം സാമ്പത്തിക മാന്ദ്യം നേരിട്ടപ്പോൾ അതിനെ അതിജീവിച്ച രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് മേലിൽ കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളെ കുറിച്ച് പറയരുത്. നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളെ കുറിച്ച് പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. ശരി. ശ്രീ എ സജീവൻ, ഇവിടെ 12% ഹിന്ദു വോട്ടിൻ്റെ ഷിഫ്റ്റ് അണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നൊരു ഏകദേശ കണക്ക് ശ്രീ അജയ് തറയിൽ പറയുന്നു CPM-മായി ബന്ധപ്പെട്ട്. അതിനെ താങ്കൾ എത്രമാത്രം വസ്തുതാപരമാണെന്ന് മനസ്സിലാക്കുന്നു? ഒപ്പം BJP-യുടെ കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി വന്നിട്ടില്ല. CPM-ൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന മട്ടിലുള്ളൊരു വിശദീകരണമാണ് ശ്രീ അജയ് തറയിൽ നൽകിയത്. ഇവിടെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ശോഷിപ്പിക്കാൻ പോകുന്നത് BJP എന്ന ഒരു മൂന്നാം കക്ഷിയുടെ സാന്നിധ്യമാണ് എന്നത് തർക്കമറ്റതായിരിക്കെ എന്തായിരിക്കും അത് നേരിടാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ അതിനെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ? ഈ കോൺഗ്രസിൽ BJP-യിലേക്ക് CPM-ൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് 12% വോട്ടർമാരുടെ ഷിഫ്റ്റ് ഉണ്ടായി എന്ന് പറയുന്ന അജയ് തറയിലിൻ്റെ ആ കണക്കെന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. അതെനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത് ഒരിക്കലും നമുക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യമാണ്. പിന്നെ താങ്കൾ CPM-ൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടായി 12% വന്നല്ലോ. അപ്പോൾ ഇത് യാഥാർത്ഥ്യം അറിയുന്ന ആളുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിലേക്ക് എന്തായാലും പോകാനുള്ള കാര്യം ഉറപ്പാണല്ലോ അജയ്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ശബരിമല പ്രശ്നമാണ്. ശബരിമല പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ പാർട്ടികളും ഇത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാതെ ഇതിന് ഏതാണ്ട് കീ ജയ് വിളിച്ചു നടക്കുകയായിരുന്നു. അമൃതാനന്ദമയി വിളിച്ച പോലെ, അയ്യപ്പൻ കീ ജയ് പറഞ്ഞ പോലെ സുപ്രീം കോടതി വിധി കീ ജയ് പറഞ്ഞു നടക്കുകയായിരുന്നു. പിന്നീടാണ് ഈ പന്തളം കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ പന്തളത്തൊരു വലിയ നാമജപ ഘോഷയാത്രയും നടന്നപ്പോഴാണ് ഇവിടെ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് BJP ചാടിപ്പിടിച്ചത്, കോൺഗ്രസും ചാടിപ്പിടിച്ചു. ഒരേ രീതിയിലാണ്. അവിടെയൊക്കെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് BJP ഇതൊരു വലിയ നേട്ടമുണ്ടാക്കും എന്ന് ഉറപ്പായിരുന്നു. കാരണം BJP സാമുദായികമായിട്ടുള്ള ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലാണ് പിന്നീട് കുറേ കാര്യങ്ങൾ പോയത്. കോൺഗ്രസും ആ വഴിക്ക് പോയി. കോൺഗ്രസ് വഴിക്ക് പോയാലുണ്ടാകുന്ന പ്രശ്നം നേരത്തെ റിയാസ് പറഞ്ഞ പോലെ തീവ്ര ഹിന്ദുത്വ നിലപാടിൽ ഒരു വിഭാഗം പോകുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ മൃദു ഹിന്ദുത്വ നിലപാടുമായിട്ട് പോകുമ്പോൾ വോട്ടർമാരൊരിക്കലും അല്ലെങ്കിൽ ജനങ്ങളൊരിക്കലും ഈ മൃദുവിൻ്റെ കൂടെ പോയില്ല, തീവ്രതയിലേക്ക് പോവുകയുള്ളൂ. അത് BJPക്ക് അനുകൂലമായിരുന്നു. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വേണു ചോദിച്ചൊരു ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി കൂടിയാണിത്. കാരണം എന്താണ് കോൺഗ്രസിന് ആശിക്കാൻ വഴിയുള്ളത്? കോൺഗ്രസിന് നല്ലൊരു ശതമാനം വോട്ടുകൾ അപ്പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ആശിക്കാൻ എന്തായാലും വഴിയുണ്ട്. കാരണം BJPക്കാർക്ക് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. BJP നയിക്കുന്ന ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീരംപിള്ളയ്ക്ക് തീരെ കഴിഞ്ഞില്ല. കാരണം അതാണല്ലോ അദ്ദേഹം യുവമോർച്ചയുടെ യോഗത്തിൽ വന്നിട്ട് ഈ പല അജണ്ടയുടെ കാര്യവും സുവർണാവസരത്തിൻ്റെ കാര്യവും ഞങ്ങൾ വരച്ച വരയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൊട്ടി. പക്ഷേ ശ്രീ സജീവൻ ഇപ്പോൾ BJPയുടെ ഈ തുടർച്ചയായിട്ടുള്ള പതനങ്ങൾ വ്യക്തമായ ബോധ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ദേശീയ നേതൃത്വമുണ്ട്. മുൻപത്തെ സന്ദർഭങ്ങളിലുള്ളതുപോലെയല്ല ആ ദേശീയ നേതൃത്വത്തിന് ഇടപെടൽ. ഇപ്പോൾ RSS ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഈ ശബരിമല കർമ്മസമിതിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ ഈ CPM-ഉം കോൺഗ്രസും ശക്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി ഗൗരവമുള്ളൊരു മത്സരം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു കൃത്യമായ രാഷ്ട്രീയ വേർതിരിവുണ്ടല്ലോ. അത് ചില മണ്ഡലങ്ങളിൽ ഇല്ലാതാകും. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം അത്തരം സ്വഭാവമുള്ളൊരു മണ്ഡലമാണ്. BJPയും കർമ്മസമിതിയും എല്ലാം ചേർന്ന് സ്വീകാര്യതയുള്ളൊരു മുഖം കൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ഇളകാൻ പോകുന്നത് ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ തന്നെ ആയിരിക്കും സ്വാഭാവികമായും. ഇപ്പോൾ പിള്ളയുടെ പതനത്തെ മാത്രം വെച്ചുകൊണ്ട് BJP എഴുതിത്തള്ളുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ പുതിയ മുഖങ്ങളെ ഇത്ര പ്രബലരായ മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ തന്നെ തിരയുന്ന സാഹചര്യത്തിൽ BJPയും ആ സാധ്യത നോക്കും. സ്വീകാര്യതയുടെ ഒരു തലം വിപുലമാക്കിക്കൊണ്ട് ഒരാളെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ
തിരുവനന്തപുരം അപകടകരമായൊരു മണ്ഡലമാണ്. അതിന് രാഷ്ട്രീയ സ്വഭാവത്തെക്കാൾ അപ്പുറം ഇത്തരം സമവാക്യങ്ങൾ വരുമ്പോൾ മാറി ചിന്തിക്കുന്ന മനസ്സാണ്. തീർച്ചയായിട്ടും വേണു പറഞ്ഞൊരു സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജയിക്കാനായിട്ടുള്ള പോരാട്ടത്തിൽ BJP ഉണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കേരളത്തിൽ BJPക്ക് ജയിക്കാൻ മത്സരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ 2014 മത്സരത്തിൽ തിരുവനന്തപുരത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഒന്നാം സ്ഥാനത്ത് വന്ന പാർട്ടിയാണ് BJP. ആ ഒരു പ്രശ്നമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ വെച്ചാൽ ഈ പറയുന്ന രൂപത്തിൽ പരസ്പരം പാലം വലിക്കുന്ന, പരസ്പരം കുതികാൽ വെട്ടുന്ന BJP നേതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് കുറേ കൂടി ശക്തനായിട്ടുള്ള, കുറേ കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരാൾ വെച്ച് കഴിഞ്ഞാൽ BJPക്ക് എളുപ്പമാണ് ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലം പോലുള്ള ഒരു സ്ഥലത്ത് വിജയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു പല മണ്ഡലങ്ങളിലും ഇതേപോലെ സാധ്യതയുണ്ട്. ഇപ്പോൾ നല്ല സ്ഥാനാർത്ഥിയെ വെക്കണം. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ RSSന് ഒരു മേൽക്കൈ. RSS ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അവർ അതിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കഴിഞ്ഞ പോലെ ഈ അയ്യപ്പ RSSനും NSSനും സ്വീകാര്യനാകുന്ന ഒരു മുഖമൊക്കെ വന്നാൽ ഇവിടുത്തെ കളി മാറും തിരുവനന്തപുരത്തെ. തീർച്ചയായിട്ടും. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട് വേണു. ഇന്ന് നടന്നൊരു സംഗതി ഉണ്ടല്ലോ. ഒരു കാലത്ത് കഴിഞ്ഞ തവണ BJPക്കാരുടെ ഹെലികോപ്റ്ററിൽ ലോകം മുഴുവൻ ചുറ്റി നടന്നിരുന്ന വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് മാറി. അദ്ദേഹം വനിതാ മതിലിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, ഇന്നത്തെ യോഗം, ഈ നവോത്ഥാനത്തിൻ്റെ 2ാമത്തെ യോഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിണറായി വിജയനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പോൾ ഈ LDFന് വേണ്ടി വാദിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ ഈ ഘട്ടത്തിന് വേണ്ടി എല്ലാവർക്കും വരാം. ഇത് ഇങ്ങനെ കൃത്യമായൊരു NSSനെ പോലും പരിഹസിക്കുന്ന രൂപത്തിൽ. അപ്പം ഇതിൽ വലിയൊരു വിള്ളലുണ്ടാക്കാൻ നേരത്തെ അജയ് തറയിൽ പറഞ്ഞ പോലെ ഈ മതരാഷ്ട്രീയത്തെ ഏതാണ്ട് ജാതി രാഷ്ട്രീയം കൊണ്ട് തോൽപ്പിക്കാൻ ഇവിടെ CPMന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ ഈ എളുപ്പമല്ല അതൊന്നും. BJP അവിടെ പോകുമ്പോൾ അവിടെ ജാതി രാഷ്ട്രീയത്തിൻ്റെ കളി, പുന്നലയും ഈ വെള്ളാപ്പള്ളി നടേശനും എല്ലാം കൂടി ചേർന്ന് കളിക്കാൻ സാധ്യതയുള്ളൊരു കളിയുണ്ട്. അത് നമ്മൾ മറന്നിട്ട് കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 2014 പോലുള്ള ഒരു മണ്ഡലമല്ല, ആ രീതിയിലുള്ള ഒരു വോട്ടിൻ്റെ രീതിയല്ല ഇവിടെ വരാൻ പോകുന്നത്. BDJS ഒപ്പമുണ്ടെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറത്താണ് എന്നുള്ളതുകൊണ്ട് ജാതി രാഷ്ട്രീയം വേറെ രീതിയിൽ കളിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് BJPയുടെ ഈ സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ, എല്ലാവർക്കും സ്വീകാര്യനാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ തവണ ഈ നിയമസഭയിൽ നേമത്ത് കിട്ടിയതുപോലെ ഒരു നേട്ടം ഉണ്ടാവാനുള്ള സാധ്യത കുറവൊന്നുമല്ല. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടെ പോകേണ്ട. ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണത്തിലേക്ക്. സൂപ്പർ പ്രൈം ടൈം ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ കഴിഞ്ഞ തവണ BJPയും BDJSും എല്ലാം ചേർന്ന് ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത തുറന്നു. ആദ്യമായി നിങ്ങൾക്ക് പരിക്കേൽക്കുമെന്ന് കരുതിയിരുന്നു ഉമ്മൻചാണ്ടി അടക്കം. പക്ഷേ മറിച്ചായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസം ഭരണവിരുദ്ധതയാണ്. അതിൻ്റെ മുന്നിൽ ബാക്കി ഒന്നും നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് ഗുണകരമായി. ഇവിടെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലൊരു ഭരണവിരുദ്ധ തരംഗം, സംസ്ഥാനത്തിലും ഒരു ഭരണവിരുദ്ധ തരംഗം സ്വാഭാവികമാണ്. നിങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഈ 2 ഘടകങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ത്രികോണ മത്സരം ക്ഷീണിപ്പിക്കുക സ്വാഭാവികമായും ഭരണത്തിലിരിക്കുന്നവരെയാകും. അതുകൊണ്ട് ഈ ശബരിമല എന്ന ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അതിൽ കോൺഗ്രസിന് അവ്യക്തതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് BJPയെ ബലപ്പെടുത്തുന്ന നീക്കങ്ങൾ ഓരോന്നും ഫലത്തിൽ നിങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി മാറില്ലേ? ഒരിക്കലുമില്ല വേണു. ഒന്ന് അവസാന റൗണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയാം. കഴിഞ്ഞ റൗണ്ടിൽ എന്നെ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം ഇവിടെ 12% വോട്ട് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം വോട്ടെടുപ്പ് കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞു, കൗണ്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ MP-മാരുടെ സത്യപ്രതിജ്ഞ തീരുമാനിച്ചാൽ മതി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന ഈ 12% കുറഞ്ഞൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ആലോചിക്കാനും എവിടുന്ന സമയം കിട്ടുന്നത്? നിങ്ങളെവിടെ യോഗം കൂടുന്നൊന്നും കാണുന്നില്ലല്ലോ. ഒരു സമ്മേളനം കൂടിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു സമ്മേളനം കൂടുകയാണെങ്കിൽ ആ ഹോളിൻ്റെ പുറത്ത് ആംബുലൻസിന് വേറെ സമ്മേളനം നടത്തണം. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ പോയി സമ്മേളനം കൂടുക. പിന്നെ നവലിബറൽ നയത്തിൻ്റെ ഇംഗ്ലീഷാണ് നിയോ ലിബറൽ പോളിസി. നിങ്ങൾ പറയുന്നത് നവലിബറൽ നയം പറയേണ്ട, നിയോ ലിബറൽ പോളിസി പറഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനം, പൊതുവിദ്യാഭ്യാസ മേഖല ഇടപെടൽ മുതൽ ഓരോന്നും ഇപ്പോൾ ചർച്ച ചെയ്താൽ നാളെ രാത്രി ന്യൂസ് നൈറ്റ് തുടങ്ങിയാലും തീരില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഭരിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ചർച്ച എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ
ഭരണവിരുദ്ധ വികാരം, നരേന്ദ്രമോദി സർക്കാർ BJP വിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കും. അതാർക്ക് ഗുണം? ഇതാണല്ലോ ചോദ്യം. ഒരു സംശയം വേണ്ട, ഇടതുപക്ഷത്തിന് ഗുണം. 2004 BJP വിരുദ്ധ വികാരം ആർക്ക് ഗുണം ചെയ്തു? 2004 എന്താ വ്യത്യാസം 2019? 2004 ഇവർ പറഞ്ഞത് തന്നെയല്ലേ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? അന്ന് കേരളത്തിലെ ജനങ്ങൾ നിശ്ചയിച്ചു ഇടതുപക്ഷത്തെ വിശ്വസിക്കാം, BJP വിരുദ്ധ വികാരത്തിൽ BJP വിരുദ്ധ ഫൈറ്റിൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കാം. എന്നാൽ ഇന്ന് ജനങ്ങൾ അതിനേക്കാളേറെ ശക്തമായി പറയാൻ ഡൽഹി വരെ പോണ്ട, കർണാടക വരെ പോയാൽ മതി. പാവപ്പെട്ട BJP വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA മാർ കൂറുമാറാൻ പോകുന്നു BJPയിലേക്ക്. അവരെ റിസോർട്ടിൽ താമസിപ്പിക്കുന്നു, തടവറയിൽ താമസിപ്പിക്കുന്നു. അവർ കുപ്പിയെടുത്ത് പരസ്പരം തല്ലിച്ചാവാൻ ശ്രമിക്കുന്നു. ഇത് ജനം കാണുന്നുണ്ട്. 2004 നിന്നും 2019 എത്തി നിൽക്കുമ്പോൾ കൂടുതൽ കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് ഇന്ത്യ മുഴുവൻ BJP വിരുദ്ധ വികാരം ആഞ്ഞടിക്കും. കോൺഗ്രസ് ഉള്ളിടത്ത് കോൺഗ്രസ് ജയിക്കും, സമാജ്വാദി പാർട്ടി ഉള്ളിടത്ത് സമാജ്വാദി പാർട്ടി, BSP ഉള്ളിടത്ത് BSP, RJD ഉള്ളിടത്ത് RJD, DMK ഉള്ളിടത്ത് DMK. കേരളത്തിൽ ഇടതുപക്ഷം വിജയിക്കും. ഇടതുപക്ഷം ശക്തമായി എടുക്കുന്ന നിലപാട്, ഇവരെ പോലെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഗുഡ് നൈറ്റ് പറയുമ്പോൾ കോൺഗ്രസും രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ BJPയുമായി കാലുമാറാത്ത, വിശ്വസിക്കാൻ പറ്റുന്ന നിലപാടുള്ള, കുപ്പി കൊണ്ട് തമ്മിലടിക്കാത്ത, റിസോർട്ടിൽ താമസിപ്പിക്കാതെ തന്നെ ഭദ്രത ഉറപ്പുവരുത്താൻ BJP വിരുദ്ധ വികാരത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ശരിയായ അർത്ഥത്തിൽ പോരാട്ടം നടത്തുന്ന ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇന്ത്യയിലെവിടെയും ശ്രീ അജയ് തറയിൽ ഞങ്ങളില്ല, പക്ഷേ ഞങ്ങളുടെ അഖിലേന്ത്യാ ആപ്പീസ് എത്ര തവണ BJP ആക്രമിച്ചു. നിങ്ങളുടെ അഖിലേന്ത്യാ ആപ്പീസ് എവിടെയാണെന്ന് പോലും ഡൽഹിയിലെ BJPക്കാർക്ക് അറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ തലവെട്ടുമെന്ന് RSSകാർ പറഞ്ഞോ? എന്നാൽ ഞങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തലവെട്ടും, നിങ്ങൾ നേരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച പിണറായി വിജയന്റെ തലവെട്ടും എന്ന് RSSകാരും BJPക്കാരും പറയാൻ കാരണം ഞങ്ങളെടുത്ത നിലപാടാണ്. നിങ്ങൾക്കൊരു KPCC പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങൾക്കൊരു പാർട്ടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഡൽഹിയിൽ കാല് കുത്തിക്കാൻ അനുവദിക്കില്ലെന്ന് BJP പറയുന്നു. നിങ്ങളുടെ KPCC പ്രസിഡന്റിന് ആഴ്ചയിൽ 15 തവണ ഡൽഹി പോയാലും BJPക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഞങ്ങളെടുക്കുന്ന നിലപാടാണ് പ്രശ്നം. ആ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. നിങ്ങളുടെ നിലപാട് വെള്ളം ചേർത്ത നിലപാടാണ്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. നിങ്ങൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. നിങ്ങൾ മൃദുഹിന്ദുത്വ സമീപനം കൈക്കൊള്ളുന്നവരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ 2004 കൂടുതലായി 2019 തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെ ഇന്ത്യ ആകെ ആഞ്ഞടിക്കുന്ന BJP വിരുദ്ധ വികാരം കേരളത്തിൽ പരിപൂർണമായി ഇടതുപക്ഷം അതിൻ്റെ ചാമ്പ്യന്മാരായി മാറുമെന്നുള്ള വസ്തുത ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീ അജയ് തറയിൽ 12%, 15% എന്നൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വെറുതെ നോട്ട് ബുക്കിൻ്റെ പേജ് കളയാൻ നിങ്ങൾ മെനക്കെടണ്ട. ശരി, ആ BJPക്കുള്ള മറുപടി കൂടി. കഴിഞ്ഞ റൗണ്ടിൽ താങ്കൾക്ക് അവസരമില്ലാത്തതുകൊണ്ട് 1.5 മിനിറ്റേ ഉള്ളൂ റിയാസ്, അതിൽ പറഞ്ഞു തീർക്കണം. ഈ ത്രികോണ മത്സരത്തിൽ ഒരു ഭരണവിരുദ്ധത വരും. ആ ഭരണവിരുദ്ധത ദേശീയ തലത്തിൽ വരുന്ന പോലെ സംസ്ഥാന തലത്തിലും വരും. ആ സംസ്ഥാന തലത്തിൽ വരുമ്പോൾ ത്രികോണ മത്സരത്തിന്റെ സ്വാഭാവികമായ തീർച്ചയായും തിരിച്ചടി വരിക ഭരിക്കുന്നവർക്കായിരിക്കും. ഒരിക്കലും ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല. കേന്ദ്ര ഗവൺമെൻറ് വിരുദ്ധ വികാരം കേരളത്തിൽ ഏറ്റവും അധികം ആഞ്ഞടിക്കാൻ പോകുന്നത് പെട്രോൾ ഡീസൽ വില വർധനമാണ്. പെട്രോളിന് വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞ് സ്വകാര്യ എണ്ണ കമ്പനിക്ക് കൊടുത്തതിനെതിരെ നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നു. അത് തിരിച്ചു പിടിച്ചില്ല. ആരാ പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞത്? ഞാൻ നവലിബറൽ നയവും നിയോ ലിബറൽ പോളിസിയും ഒന്നും പറയുന്നില്ല. പച്ച മലയാളത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്താം. പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം സ്വകാര്യ എണ്ണ കമ്പനിക്ക് കൊടുത്തത് 2010 ജൂൺ 25 കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇങ്ങനെ പെട്രോൾ വില വർധനവ്, ഡീസൽ വില വർധനവ്, കർഷക ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങൾ BJPയും കോൺഗ്രസും ഒരേ നയം പിന്തുടരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവർ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു. ഇനി അടുത്തെടുത്തോ? ഇല്ല, സമയമില്ല, കഴിഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് കഴിഞ്ഞ റൗണ്ടിൽ സമയം കിട്ടില്ല എന്ന പരാതിയും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.